ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഐ ഹേറ്റ് യു. ഓക്കേ, എന്തോ ഒരു ദേഷ്യം. നിങ്ങൾ അവരോട് എന്തോ ഒരു കാര്യം ചെയ്തു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതാണ്. സെപ്റ്റംബർ, നിങ്ങളുടെയോ അവരുടെയോ ജനിച്ച മാസം സെപ്റ്റംബർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സെപ്റ്റംബർ എന്ന മാസമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും. സോളാർ പ്ലെക്സസ് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓൺലി സെക്സ്. ഓക്കേ. ഫ്ലേർട്ടിങ് എനർജി നല്ല പോലെയുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫ്ലേർട്ടിങ് എനർജി അവരെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആദ്യം ഐ ഹേറ്റ് യു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക. ഐ ആം യുവർ സോൾമേറ്റ്. ഓക്കെ, നിങ്ങളുടെ സോൾമേറ്റ് ആണ് അവർ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ലഭിക്കുന്ന സൂചന. സൺ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതോടൊപ്പം തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാർഡ് കൂടെയാണ് സൺ എന്ന് പറയുന്നത്. ടാരോ കാർഡ്സ് വെച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ സണ്ണ് വന്നതുകൊണ്ടും നേരത്തെ ഐ ഹേറ്റ് യു പോലുള്ള മെസ്സേജസ് വന്നതുകൊണ്ടും അതൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അത്യാവശ്യമാണ്. പീസ്, സമാധാനം. പാർവതി പരമേശ്വരൻ, അപ്പോൾ നിങ്ങളുടെയും അവരുടെയും റിലേഷൻഷിപ്പ് പാർവതി പരമേശ്വരന്മാരെ പോലെയാണ് എന്നാണ് ഇവിടെ ലഭിക്കുന്ന സൂചന. അതായത് പാർവതി ദേവി പരമേശ്വരനെ ലഭിക്കാനായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ത്യാഗങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പാർവതി പരമേശ്വരന്മാർ അത്രയും പ്രണയമുള്ള ദമ്പതികളാണ്. അപ്പം അതും ഇവിടെ പറയും. ഏപ്രിൽ, നിങ്ങളുടെയോ അവരുടെയോ ലൈഫിൽ ഏപ്രിൽ എന്ന മാസത്തിന് എന്തൊക്കെയോ പ്രാധാന്യമുണ്ട്. റൂട്ട് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പണം ഒന്നില്ലെങ്കിൽ വരുന്നുണ്ടാവില്ല, അഥവാ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക.